വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വളരെ വികസന കുതിപ്പിലാണ്. ആ സമയത്ത് അതിൻ്റെ ഒരു കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ തന്നെ അമേരിക്കയിലെ തീന്മേശയിൽ അവിടെ വിളമ്പും എന്നുള്ളതാണ്, അതേ ചൂടോടെ എന്നുള്ളത്. എന്തൊക്കെ ഉണ്ടെന്നറിയാം. ഇന്ന് പോകുന്നതിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്, പഴംപൊരിയുണ്ട്. ഇതടക്കമുള്ള കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കയറ്റുമതി ചെയ്യുന്ന കൂട്ടത്തിലാണ്. പലർക്കും അതൊരു ആശ്ചര്യമായി തോന്നി. പക്ഷേ അത് ആശ്ചര്യമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനുള്ളത് ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഈ കണ്ടെയ്നർ വഴി അമേരിക്കയിലേക്ക് പോകുന്ന സാധനങ്ങളുടെ ആദ്യഘട്ട നടപടികൾ നടക്കുന്ന ഒരു സ്ഥലത്താണ്. ആ ഫാക്ടറിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ അണിയറക്കാർ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. എന്താണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞതിൽ, എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? നിങ്ങളുടെ പ്രോസസ്സ് എന്താണ്? മുഖ്യമന്ത്രി പറഞ്ഞതിൽ യാതൊരു വിധമായ അതിശയോക്തിയുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞതിൽ കൂടുതൽ വിഭവങ്ങൾ സഖാക്കൾ കാണണ്ട കേട്ടോ. കാരണം നിങ്ങളുടെ ആ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് വെച്ച് ഇതിനെ അളക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി അത് താങ്ങൂല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പക്ഷേ എനിക്കൊരു കാര്യം ഇതിൽ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ പറയുന്ന ഇഡ്ഡലിയും സാമ്പാറും പോകുന്നുണ്ട്, പഴംപൊരി പോകുന്നുണ്ട്, ഇലയട പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിണറായി വിജയൻ ഒന്നും മിണ്ടിയില്ല അല്ലേ? ഇപ്പം ഈ പറയുന്ന മിണ്ടുന്നതാരാ? മിണ്ടുന്നതാരാ? ആരാ മിണ്ടുന്നേ? ഇത് മിണ്ടുന്ന കൂട്ടത്തിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, മിണ്ടുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന ഈ ഇടത് മാപ്രകളും ഉണ്ട്. ഏത് കമ്മി മാപ്രകൾ? തെരഞ്ഞെടുപ്പ് തോൽവി കാരണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രത്തിൽ കാണുന്നത് ഒന്ന് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ട ഒരു വാർത്തയാണ്. എന്താ വാർത്ത? വിഴിഞ്ഞത്ത് നിന്ന് ആദ്യം കയറ്റിവിട്ട കപ്പലിൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ഇല്ല, ഡ്രൈ ഫുഡാണ് ലോഡിൽ ഉണ്ടായിരുന്നത്. ആര് പറയുന്നു? മാതൃഭൂമി പറയുന്നു. അതുപോലെ പിന്നെ ഇടത് സൈബർ ഹാൻഡിലുകൾ പല രീതിയിലുള്ള കാർഡുകളൊക്കെ ഇറക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാർഡാണ് പറഞ്ഞതൊക്കെ നുണ, ഇഡലിയുമില്ല ഇലയടയുമില്ല. ഇത് ഞാൻ പറയുന്ന ഒരു ആവറേജ് കമ്മിയുടെ ഒരു മനോനിലയാണ്, അവരുടെ ഒരു കോമൺ സെൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഈ കമ്മികൾ കാണരുത്. കമ്മികൾ കണ്ടാൽ അവരുടെ കോമൺ സെൻസിന്, അവരുടെ ബുദ്ധിക്ക് കോമൺ സെൻസ് ഇല്ല. എന്നാലും പിന്നെ ഒരു മനുഷ്യരെന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും ഒരു അംശം, ഒരു കടുക് മണിയോളെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷേ ആ കടുക് മണിയോളം വെച്ച കോമൺ സെൻസ് വെച്ചിട്ട് ഇതിനെയൊക്കെ അളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവറ്റയുടെ തല പൊട്ടിത്തെറിക്കിയിരിക്കും ഉണ്ടാവുക. മനസ്സിലാക്കണം. അപ്പോൾ ഇടത് ഈ പറയുന്ന ഇടത് കമ്മി, അന്തം കമ്മി മാപ്രകൾക്കും ഈ ബുദ്ധിമുട്ടുണ്ട്. അവിടെ നിന്ന് ഇഡ്ഡലിയും സാമ്പാറും പഴംപൊരിയും ഇലയടയും മാത്രമല്ല പോയിരിക്കുന്നത്, അതിനപ്പുറം ഒരുപാട് ഐറ്റംസ് പോയിട്ടുണ്ട്. ഈ നിലമ്മൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ കമ്പനിയിൽ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് കയറിപ്പോയിട്ടുണ്ട്. ആൻഡ് ഇനി കമ്മികൾ അറിയേണ്ട ഒരു കാര്യം കൂടിയും, ഇത് ഇവിടുന്ന് കയറിപ്പോകുന്ന ഓരോ ഭക്ഷ്യവസ്തുവും എന്തു പറഞ്ഞാൽ മാവല്ല, ഇഡ്ഡലിക്കുള്ള മാവല്ല പോകുന്നത്. ഇഡ്ഡലി തയ്യാറാക്കി സാമ്പാർ തയ്യാറാക്കിയിട്ടാണ് റെഡി ടു ഈറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിട്ടാണ് അവിടെ എത്തിക്കുന്നത്. ഇവിടുന്ന് സാധനം എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് കയറ്റി വിടുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, അന്തംകമ്മിക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലായിക്കോ. എന്താണ്? ഇപ്പോൾ ഇന്ന് മനോരമ ന്യൂസ് പുറത്തുവിട്ട ഈ ദൃശ്യത്തിൽ ഈ ഫാക്ടറി ഉടമകൾ, ഇതിൻ്റെ അണിയറ ആളുകൾ പറയുന്നത്, ഇവിടെ നിന്ന് കയറിപ്പോകുന്ന സാധനങ്ങൾ 2 മാസം എടുക്കും. ഇപ്പോൾ ഹോർമുസിലെ പ്രശ്നം കൂടി വന്നതുകൊണ്ട് 2 to 3 months വരെ പോകുന്നുണ്ട്. മറ്റേത് 2 മാസത്തിൽ ഉള്ളിൽ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ 2 മുതൽ 3 മാസം വരെ എടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസവും എടുക്കുന്നുണ്ട് കമ്മികൾ, അതുകൂടി മനസ്സിലായിക്കോ. അപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ആദ്യ ദിവസം പോയ കണ്ടെയ്നറിൽ ഈ പറയുന്ന ഇഡ്ഡലി ഉണ്ടായിട്ടുണ്ട്, സാമ്പാർ ഉണ്ടായിട്ടുണ്ട്, പരിപ്പോട ഉണ്ടായിട്ടുണ്ട്, പഴംപൊരി ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല എന്താ പറയേണ്ടത്, ഇലയട ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ട ഒരുപാടധികം സാധനങ്ങൾ അവിടെ നിന്ന് കയറിപ്പോയിട്ടുണ്ട്. ഇപ്പം ഇത് എങ്ങനെയാ പോകുന്നത്? ഇത് സാധനം പാകം ചെയ്ത് ഇഡ്ഡലി ആയി തയ്യാറാക്കി അതിനുശേഷം റൂം ടെമ്പറേച്ചറിലേക്ക് മാറ്റി. സ്വാഭാവികമാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്?
ഭക്ഷണം പാകം ചെയ്ത് അത് തണുത്തതിന് ശേഷം അതിൻ്റെ ടെമ്പറേച്ചർ നോർമൽ റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം, ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. ചൂടുള്ള സാധനം ഫ്രിഡ്ജിലേക്ക് വെക്കൂല. അപ്പോൾ ഈ പറയുന്ന റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം അതിനെ ഫ്രോസൺ ഫുഡാക്കിയിട്ടാണ് ഇവിടെ നിന്ന് കയറ്റി വിടുന്നത്. അപ്പോൾ ഇത് 2 മാസമല്ല, അതിനപ്പുറം ഇരുന്ന് കഴിഞ്ഞാലും അവിടെ എത്തിയാൽ ഉപഭോക്താക്കളുടെ കൈകളിൽ കിട്ടിയാൽ ഈ സാധനം ഒന്ന് ചൂടാക്കിയിട്ട് കഴിക്കേ വേണ്ടൂ, അത്രേ വേണ്ടൂ. ബിക്കോസ് ഫ്രോസൺ ആയതുകൊണ്ട് അത് എന്തുണ്ടാകും, തണുപ്പായിരിക്കും, ഐസ് ഉണ്ടാകും. അതിനൊന്ന് ചൂടാക്കിയിട്ട് അതിനെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാൻ പറ്റും. അപ്പോൾ സതീശൻ പറഞ്ഞതൊന്നും നുണയല്ല. നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് സഖാക്കളാണ്, കൃമികീടങ്ങളാണ്, പിന്നെ അന്തംഗമ്മി മാപ്രകളാണ് ഇവരൊക്കെ. ഇപ്പം ഇവർ പറയുമ്പോൾ നിങ്ങൾ ആരും കരുതണ്ട ഇതെന്തോ ഇപ്പോൾ സാമ്പാർ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ പച്ചക്ക് കട്ട് ചെയ്തിട്ട് അതിൽ ഒരു പാക്കറ്റിൽ ഇപ്പം നമ്മൾ ചില ഫുഡുകൾ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ വാങ്ങുമ്പോൾ കണ്ടില്ലേ, എന്താ പറയേണ്ടത്, ഒരു പാക്കറ്റിൽ ഇൻഗ്രീഡിയൻസ് മസാലപ്പൊടികളൊക്കെ ഒരു പാക്കറ്റിൽ, റോ ആയിട്ടുള്ള മറ്റു സാധനങ്ങൾ മറ്റൊരു പാക്കറ്റിൽ. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റൻറ്റ് കുക്ക് എന്നുള്ള രീതിയിൽ 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയല്ല, ഇത് ഫുള്ളി കുക്ക് ചെയ്തിട്ടുള്ള, പാകം ചെയ്തിട്ടുള്ള, പാചകം പൂർത്തീകരിച്ചിട്ടുള്ള അസൽ സാമ്പാർ തന്നെ, അസൽ ഇഡ്ഡലി തന്നെ, നല്ല പരിപ്പോടയും നല്ല പഴംപൊരിയും. സതീശൻ നുണ പറഞ്ഞിട്ടില്ല, നുണ പറയുന്നത് സഖാക്കളാണ്. സഖാക്കൾക്ക് പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവറ്റകളുടെ ബുദ്ധി ഇത് ഇത്രയേ ഉള്ളൂന്നേ. കാരണം ഇവറ്റകളുടെ ബുദ്ധിക്ക് ഇതൊന്നും അളക്കാനുള്ള ബുദ്ധിയില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല. അതാണ് പ്രശ്നം. ഇത് ഇല്ലാത്തവന്മാരോട് നമ്മൾ ഈ പോത്തിൻ്റെ കാതിൽ വേദം ഓതിയിട്ട് കാര്യമുണ്ടോ നോക്കുമല്ലോ. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഈ 4 കാലുള്ള പോത്തിൻ്റെ കാതിൽ വേദം ഓതുന്ന കാര്യമല്ല പറയുന്നത്. നമ്മൾ ചില സമയത്ത് 2 കാലുള്ളതിനെയും എന്താക്കും, എടാ പോത്തേ എന്ന് വിളിക്കും. ആ പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിയില്ലാത്തവനോട് സതീശൻ വന്നിട്ട് ഇഡ്ഡലി പോകുന്നുണ്ട്, സാമ്പാർ പോകുന്നുണ്ട്, പഴംപൊരി കൊണ്ടുപോകുന്നുണ്ട്, പരിപ്പോട കൊണ്ടുപോകുന്നുണ്ട്, ഇലയട കൊണ്ടുപോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്താ കാര്യം? ഇവറ്റകളെ ബുദ്ധിയില്ലാത്തവൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റണ്ടേ? മനസ്സിലായില്ലേ? ഇത് പറയുമ്പോൾ സതീശൻ ഇത് പറയുമ്പോൾ അത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്ത ഫുഡ് അതൊരു നോർമൽ ടെമ്പറേച്ചറിൽ എന്തായാലും ഒരു എന്താ പറയേണ്ടത് കൂടുതൽ ദിവസം ഇരിക്കൂല. അപ്പോൾ ചിലപ്പോൾ 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതെന്താകും, കേടുവരാൻ തുടങ്ങും അല്ലേ? പക്ഷേ ഫ്രോസൺ നമ്മളിപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിണറായി വിജയൻ ഞാൻ തന്തയാണ് എന്ന് പറഞ്ഞ ഈ കേരളം അല്ലാത്തതൊന്നും കണ്ടിട്ടില്ല. അതാണ് പ്രശ്നം. ലോകം കാണണ്ടേ? ലോകം കണ്ടാൽ മാത്രം പോരാ, ലോകം കണ്ടിട്ടും അങ്ങനെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അതിനും ബുദ്ധി വേണം. ഇപ്പം ഞാൻ പറഞ്ഞ ലോകം കണ്ട അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒന്നും വേണ്ട, ഒന്ന് ദുബൈ വരെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ പോയിട്ടുണ്ട്. കാരണം എന്താ, വീണക്ക് അവിടെ കമ്പനി ഉണ്ട്, ബിസിനസ് ഉണ്ട്, മകൻ വിവേകന് അവിടെ കമ്പനി ഉണ്ട്, ബിസിനസ് ഉണ്ട്. അവ ഇടക്കിടക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇടക്കിടക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് ഒറ്റ വട്ടം പോയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നപ്പോൾ എത്ര വട്ടമാണ് പോയത്? കാരണം എന്താ, എല്ലാം ഖജനാവിലെ പൈസ ഒക്കെ പോയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ ദുബൈക്കൊന്നും പോകണ്ട. ദുബൈയിൽ പോയതുകൊണ്ട് ഒരു ചെറിയ ഒരു ബോധമുണ്ട്. എന്ത്, ഈ ഫ്രോസണൊക്കെ ആയിട്ട് ഇങ്ങനെ റെഡി ടു ഈറ്റ് എന്നുള്ള രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ വരാൻ പറ്റും, ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ ബോധമുള്ളതുകൊണ്ട് പിണറായി വിജയൻ സതീശന് മറ്റേ ഇഡ്ഡലി പോകുന്നുണ്ട്, സാമ്പാർ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പിണറായി വിജയൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവറ്റകൾക്ക് ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ വാർത്ത ഒന്നും സഖാക്കൾ കേൾക്കരുത്. കാരണം കേട്ടാൽ നിങ്ങളെ ബുദ്ധി, നിങ്ങൾ ചിലപ്പം എന്താ പറയണ്ടേ, മസ്തിഷ്ക മരണം നിങ്ങൾക്ക് സംഭവിക്കും. കാരണം നിങ്ങൾക്ക് അത്രേ ഉള്ളൂ കപ്പാസിറ്റി, താങ്ങാവുന്നതിലധികം കപ്പാസിറ്റി. ഇപ്പോൾ അങ്ങനെയാണല്ലോ, എന്തൊരു സാധനവും അതിൻ്റെ കപ്പാസിറ്റിക്ക് അതിന് മുകളിൽ ഭാരം വന്നു കഴിഞ്ഞാൽ അത് തകർന്നു പോകും. അതുപോലെ നിങ്ങളുടെ ബുദ്ധിക്ക് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു സംഭവമല്ല ഇത് വളരെ കൃത്യമായിട്ട് എന്തൊക്കെയുണ്ട്, കുഴക്കട്ട മുതൽ എവ്രിതിങ് ഉണ്ട്. അത് നോക്കൂ നിങ്ങൾ, അത് എത്ര കൃത്യമായി പാക്ക് ചെയ്ത് അതിനെ ഉണ്ടാക്കിയെടുത്ത് അത് ഫ്രോസണാക്കി മാറ്റി, അതിനെ വേവിച്ച് ഫ്രോസണാക്കി മാറ്റി എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞിട്ടാണ് ഈ സാധനം കയറ്റി വിടുന്നത്. അപ്പോൾ
മുഖ്യമന്ത്രി സതീശൻ അന്ന് ആകെ ഇഡ്ഡലിയും സാമ്പാറും പഴംപൊരി ഇലയുടെയും മാത്രം 4 ഐറ്റം പറഞ്ഞുള്ളൂ. അതിൽ കൂടുതൽ പറഞ്ഞിട്ടില്ല. ഇപ്പം നോക്കുമ്പോൾ ആ 4 ഐറ്റം ഒന്നല്ല, അവിടെ ഒരു 10-100 ഐറ്റം അവിടെ നിന്ന് ഇതേപോലെ റെഡി ടു ഈറ്റ് ആയിട്ട് കയറി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിന്? സദ്യ അടക്കം കയറി പോകുന്നുണ്ട്. സദ്യ 32 ഐറ്റം എങ്ങാനുമുള്ള സദ്യ വരെ കയറി പോകുന്നുണ്ട്. ആലോചിച്ച് നോക്ക്. ഇതൊക്കെ സഖാക്കൾ കണ്ടിട്ട് എൻ്റെ പൊന്നോ എന്താ ചെയ്യുക? അതൊരു ഞാൻ പറഞ്ഞല്ലേ, പിണറായി വിജയന് ഇപ്പം നമ്മൾ രാജ്യത്ത് അന്ധഭക്തരെ കാണുന്നുണ്ട്. ഇപ്പം ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, പഞ്ചസാരയുടെ വില കൂടിയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചോദിച്ചപ്പോൾ ഒരു അന്ധഭക്തൻ പറഞ്ഞത് എന്താ ആ അന്ധഭക്തനെ കുറിച്ച് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അന്ധഭക്തൻ എന്താ പറഞ്ഞേ? അത് മുസ്ലിങ്ങളാണ് കൂടുതൽ പഞ്ചസാര ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വില കൂട്ടിയതെന്ന്. അവരെ പറ്റിയിട്ട് എന്താ ഈ അന്ധഭക്തനെ കുറിച്ച് എന്താണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എന്താ പറഞ്ഞത് കൺവിൻസ്ഡ് ബൈ ഇഡിയറ്റ്സ് എന്നാ പറഞ്ഞേ. അത് തന്നെയാണ് ഇവിടെയും. അത് ഹിന്ദിയിൽ അന്ധഭക്തായി, മലയാളത്തിൽ അന്തം കമ്മിയായി. സംഭവം രണ്ടും ഒന്ന് തന്നെയാ. എന്ത്? കൺവിൻസ്ഡ് ബൈ ഇഡിയറ്റ്സ്. ഏതാ ഈ ഇഡിയറ്റ്സ്? ഞാനാണ് നിങ്ങളുടെ തന്ത എന്ന് പറഞ്ഞ അവരെന്നെ ഉണ്ടല്ലോ. ഞാൻ കേരളത്തിൻ്റെ തന്ത, ഞാനില്ലെങ്കിൽ കേരളം തകർന്ന് തരിപ്പണമാകും എന്ന് പറഞ്ഞ തന്ത ഉണ്ടല്ലോ, അതന്നെ ആ ഇഡിയറ്റ് കൺവിൻസ് ചെയ്തിട്ടുള്ള അന്തം കമ്മികൾ. അത് വ്യത്യാസമൊന്നുമില്ല, ആ ഭാഷയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ത് ഭാഷ? അന്ധഭക്തൻ എന്ന് പറയുന്നത് ഹിന്ദി വാക്ക്. അന്തം കമ്മികൾ എന്ന് പറഞ്ഞാൽ അത് മലയാളം വാക്കായി മാറി. ഇത് 2 വ്യത്യാസമുള്ളൂ. ഈ 2 ഭാഷയിലുള്ള 2 വാക്കുകൾ. ബാക്കി എല്ലാം കൊണ്ട് സെയിമാണ്. ബുദ്ധി കൊണ്ട് സെയിമാണ്, ഇവരുടെ രീതി കൊണ്ട് സെയിമാണ്. ഇവരെങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ഈ കൺവിൻസ്ഡ് ബൈ ഇഡിയറ്റ്സ്, അതാണ് ഈ സംഭവം. ഈ അന്തം കമ്മിയും അന്ധഭക്തവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന്. അവറ്റകളാണ് ഈ ഇഡിയറ്റ്സ് കൺവിൻസ് ചെയ്ത് പൊട്ടന്മാരാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം. ഹിന്ദിയിൽ അന്ധഭക്തൻ എന്ന് പറയും, മലയാളത്തിൽ അന്തം കമ്മി എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെവർക്ക് എന്ത് കേട്ടാലും അതല്ലേ. മറ്റവൻ ചാണകം തിന്നണം എന്ന് പറയുമ്പോൾ ചാണകം തിന്നും, മൂത്രം കുടിക്കണം എന്ന് പറയുമ്പോൾ മൂത്രം കുടിക്കും. പഞ്ചസാരയുടെ വില കൂട്ടിയിട്ട് അത് മുസ്ലിങ്ങളെ ഇടങ്ങാറാക്കാനാ എന്ന് പറഞ്ഞാൽ അവൻ കൺവിൻസ്ഡ് ആയി. അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. എന്ത്? ഇവിടെ മുഖ്യമന്ത്രി സതീശൻ പറയാണ് ഇഡ്ഡലിയും സാമ്പാറും പഴംപൊരിയും ഇലയുടെയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇവിടുന്ന് മറ്റവൻ പറയാ ഏത്? അങ്ങനെയൊന്നും പോകുന്നില്ല, ഡ്രൈ ഫ്രൂട്ട്സ് ആണ് പോകുന്നത്. ഡ്രൈ ഫ്രൂട്ട്സ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവനതിന് കൺവിൻസ്ഡ് ആയി. എന്നാൽ പിന്നെ അത് അങ്ങനെ പോകാനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ബുദ്ധിയുണ്ടോ, കോമൺ സെൻസ് ഉണ്ടോ? അതില്ല താനും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇത്തരം വാർത്തകളൊന്നും ഇവർ കേൾക്കുകയോ ചെയ്യരുത്. കേട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബുദ്ധിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ്. അപ്പം അതുകൊണ്ട് ഈ മസ്തിഷ്ക മരണം എന്നൊക്കെ കേട്ടില്ലേ, ഇത് അതുപോലെ മസ്തിഷ്കം പൊട്ടിത്തെറിച്ചുള്ള മരണം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരുമെന്നുള്ളതാണ്.